ഹലോ എവ്രി വൺ, ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റൈറ്റിംഗ് ഫോർ അക്കാദമിക് ആൻഡ് പ്രൊഫഷണൽ സക്സസ് എന്ന പേപ്പറിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ ടു അക്കാദമിക് റൈറ്റിംഗ്, അതിൻ്റെ കണ്ടിന്യൂഷനാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്. അപ്പോൾ എന്താണ് അക്കാദമിക് റൈറ്റിംഗ്? അക്കാദമിക് റൈറ്റിങ്ങിനൊരു ഡെഫിനേഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്താണ് അക്കാദമിക് റൈറ്റിംഗ്? Academic writing generally refers to all writing tasks assigned to students for the purpose of study at the college level. Academic writing generally refers to all writing tasks assigned to students for the purpose of study at the college level. Academic writing എന്ന് പറഞ്ഞാൽ എന്താണ്? കോളേജ് ലെവലിലുള്ള സ്റ്റുഡൻസിന് നൽകുന്ന അസൈൻമെൻറ്റ്, അതുപോലെ തന്നെ പ്രൊജക്റ്റ് തുടങ്ങിയ റൈറ്റിംഗ് ടാസ്ക് ആണ് എന്ത്? അക്കാദമിക് റൈറ്റിംഗ്. ദെൻ നെക്സ്റ്റ് ഒരു ഡെഫിനേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇറ്റ് ഈസ് എ സീരിയസ് ആൻഡ് ഫോർമൽ വേ ഓഫ് റൈറ്റിംഗ്. അക്കാദമിക് റൈറ്റിംഗ് ഈസ് എ സീരിയസ് ആൻഡ് ഫോർമൽ വേ ഓഫ് റൈറ്റിംഗ്. അക്കാദമിക് റൈറ്റിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട വേർഡ്സ്, ഫ്രേസസ് എപ്പോഴും എങ്ങനെയുള്ളതായിരിക്കണം? സീരിയസ് ആൻഡ് ഫോർമൽ ആയിട്ടുള്ള വേർഡ്സൊക്കെ ആയിരിക്കണം നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഇത് നെക്സ്റ്റ് ഒരു ഡെഫിനിഷനായിട്ട് നമുക്ക് പറയാം. ദെൻ അക്കാദമിക് റൈറ്റിംഗ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം ക്രിയേറ്റീവ് ഓർ ഫിക്ഷണൽ റൈറ്റിംഗ്. ക്രിയേറ്റീവ് റൈറ്റിങ്ങിൽ നിന്നും അതുപോലെ തന്നെ ഫിക്ഷണൽ റൈറ്റിങ്ങിൽ നിന്നും വ്യത്യാസപ്പെട്ടിരിക്കുന്നു ഏത്? അക്കാദമിക് റൈറ്റിംഗ്. അപ്പോൾ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ എന്തിൽ ഉൾപ്പെടുത്താൻ പാടില്ല? അക്കാദമിക് റൈറ്റിങ്ങിൽ ഉൾപ്പെടുത്താൻ പാടില്ല. ഓക്കെ, അപ്പോൾ ഇതൊക്കെയായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ്. ഇനി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രീ റിക്വിസൈറ്റ്സ് ഫോർ ലേണിംഗ് അക്കാദമിക് റൈറ്റിംഗ് എന്ന സെക്ഷനാണ്. പ്രീ റിക്വിസൈറ്റ്സ് ഫോർ ലേണിംഗ് അക്കാദമിക് റൈറ്റിംഗ്. നമ്മളെപ്പോഴും ഒരു കാര്യം പ്രത്യേകമായിട്ട് മനസ്സിലാക്കണം. അക്കാദമിക് റൈറ്റിംഗ് എന്ന സ്കില്ല് ഒരു വ്യക്തിക്ക് പെട്ടെന്ന് തന്നെ അങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ കഴിയണമെന്നില്ല. അതിന് കുറച്ച് തയ്യാറെടുപ്പുകളുടെ ആവശ്യമുണ്ട്. അക്കാദമിക് റൈറ്റിംഗ് എന്ന സ്കില്ല് ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് തയ്യാറെടുപ്പുകൾ ആവശ്യമാണ്. അപ്പോൾ ആ തയ്യാറെടുപ്പുകളാണ് ഈ ഒരു സെക്ഷനിലൂടെ പറയുന്നത്. ഓക്കെ, പ്രീ റിക്വിസൈറ്റ്സ് ഫോർ ലേണിംഗ് അക്കാദമിക് റൈറ്റിംഗ്. ഗെറ്റിംഗ് റെഡി ടു ലേൺ അക്കാദമിക് റൈറ്റിംഗ് എന്ന് പറഞ്ഞ് ടെക്സ്റ്റിൽ പേജ് നമ്പർ 10 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പ്രീ റിക്വിസൈറ്റ്സ് ഫോർ ലേണിംഗ് അക്കാദമിക് റൈറ്റിംഗ് എന്ന സെക്ഷനിൽ കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. നമ്മളെപ്പോഴും ഓർത്ത് വെക്കേണ്ട കുറച്ച് പോയിൻറ്റ്സ് ആണ്. അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് ഡീറ്റെയിൽഡായിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അതിൽ വരുന്ന ഫസ്റ്റ് പോയിൻ്റാണ് സ്റ്റാർട്ട് ഫ്രീ റൈറ്റിംഗ്. സ്റ്റാർട്ട് ഫ്രീ റൈറ്റിംഗ്, ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഫ്രീ ആയിട്ട് എഴുതി തുടങ്ങുക. സ്റ്റാർട്ട് ഫ്രീ റൈറ്റിംഗ്. Write continuously for some time without worrying about correctness, grammar mistakes or logical order. അപ്പോൾ അക്കാദമിക് റൈറ്റിംഗ് എന്ന സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നതിന് മുന്നേയുള്ള ഫസ്റ്റ് സ്റ്റെപ്പാണ് ഏത്? ഫ്രീ റൈറ്റിംഗ്. സ്റ്റാർട്ട് ഫ്രീ റൈറ്റിംഗ് എന്നത്. നമുക്ക് ഏതെങ്കിലും ഒരു സബ്ജക്റ്റിനെ കുറിച്ച് എന്തെങ്കിലും നമ്മളോട് എഴുതാൻ പറയുന്ന സമയത്ത് നമ്മൾ ആദ്യം എങ്ങനെയാണ് എഴുതേണ്ടത്? ഫ്രീ ആയിട്ട് അതിനെക്കുറിച്ച് എഴുതുക. നമ്മുടേതായിട്ടുള്ള രീതിയിൽ നമ്മൾ എഴുതി തുടങ്ങുക. അതിൽ ചിലപ്പോൾ ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ സെൻറ്റൻസ് സ്ട്രക്ചറിൻ്റെ ഓർഡറിൽ ചേഞ്ച് ആയിരിക്കാം, അതും അല്ലെങ്കിൽ എന്തെങ്കിലും എറേഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ അതൊന്നും നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നീട് നമുക്ക് ഒരുപാട് റൈറ്റിങ്ങിലൂടെ അത് മെച്ചപ്പെടുത്താവുന്നതാണ്. ഓക്കെ, അപ്പോൾ ശരിക്കും ഫ്രീ റൈറ്റിംഗ് എന്ന് പറയുന്നത് ഫ്രീ റൈറ്റിംഗ് ഈസ് ലൈക്ക് എ വാമപ്പ് ആക്ടിവിറ്റി. ഇതൊരു വാമപ്പ് ആക്ടിവിറ്റി കൂടിയാണ്. ഓക്കെ, യു നീഡ് ടു എൻകറേജ് യുവർ സെൽഫ് ടു റൈറ്റ് സംതിങ്. റിമെമ്പർ ദാറ്റ് ദർ ഈസ് നോ പ്രഷർ ഓൺ യു. ദി ലെങ്ത് ഓഫ് യുവർ റൈറ്റപ്പ് ഈസ് നോട്ട് സ്പെസിഫൈഡ് and nobody is going to evaluate the quality of what you write. The only objective of this exercise is to keep you writing. ഫ്രീ റൈറ്റിങ്ങിൽ വരുന്ന മറ്റൊരു പോയിൻ്റാണ് യു നീഡ് ടു എൻകറേജ് യുവർ സെൽഫ് ടു റൈറ്റ് സംതിങ്. റിമെമ്പർ ദാറ്റ് ദർ ഈസ് നോ പ്രഷർ ഓൺ യു.
അപ്പോഴെന്താണ്, നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് തന്നെയായിരിക്കണം എഴുതേണ്ടത്. മറ്റൊരാളുടെ പ്രഷറിലാവരുത്. മറ്റൊരാൾ പ്രഷർ ചെലുത്തുന്നൊന്നുമില്ല നമ്മൾ എഴുതുന്നതിൽ. അപ്പോൾ നമുക്ക് എന്താണ്, നമ്മുടേതായിട്ടുള്ള രീതിയിൽ നമ്മുടേതായിട്ടുള്ള ലാംഗ്വേജിൽ തന്നെ എഴുതാം. ഓക്കെ. ദി ലെങ്ത് ഓഫ് യുവർ റൈറ്റപ്പ് ഈസ് നോട്ട് സ്പെസിഫൈഡ്. അതുകൊണ്ട് തന്നെ നമ്മൾ എഴുതുന്നത് അതിൻ്റെ ലെങ്ത്ത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ആൻഡ് നോബഡി ഈസ് ഗോയിങ് ടു ഇവാലുവേറ്റ് ദി ക്വാളിറ്റി ഓഫ് വാട്ട് യു റൈറ്റ്. പിന്നെ എന്താണ്, നമ്മൾ എഴുതിയതിന് എത്രത്തോളം ക്വാളിറ്റി ഉണ്ട് എന്ന് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആരും തന്നെ വരുന്നില്ല. ഇത് നമുക്ക് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ എഴുതുന്നത്. ദി ഓൺലി ഒബ്ജക്റ്റീവ് ഓഫ് ദിസ് എക്സസൈസ് ഈസ് ടു കീപ് യു റൈറ്റിംഗ്. അപ്പോൾ എന്താണ്, ഫ്രീ റൈറ്റിംഗ് എന്ന എക്സസൈസ് ചെയ്യുന്നത് തന്നെ എന്തിനു വേണ്ടിയിട്ടാണ്, നമ്മുടെ റൈറ്റിംഗ് സ്കില്ല് ഒന്ന് ഇമ്പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കറിയാം, റൈറ്റിംഗ് എന്ന് പറയുന്നതും എന്തുപോലെയാണ്, ഡ്രൈവിങ്, അതുപോലെ തന്നെ എന്താണ്, സ്വിമ്മിങ് ഒക്കെ പോലെയുള്ളൊരു സ്കില്ലാണ് ഏത്, റൈറ്റിങ്ങും. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം, ഡ്രൈവിങ് പഠിക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടായിരിക്കും ഡ്രൈവിങ് പഠിക്കുന്നത്. ഒരുപാട് വീഴ്ചകളൊക്കെ ഉണ്ടായിരിക്കും. എന്നിട്ടാണ് ഡ്രൈവിംഗ് എന്ന ആ ഒരു സ്കില്ല് നമ്മൾ നേടിയെടുക്കുന്നത്. അതുപോലെ തന്നെയാണ് സ്വിമ്മിങ്ങും. അതേപോലെയുള്ള ഒരു സ്കില്ലാണ് ഏത്, റൈറ്റിങ്ങും. ആദ്യം നമ്മൾ എഴുതുന്ന സമയത്ത് ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ടായിരിക്കും. ഗ്രാമറിലായാലും സ്പെല്ലിങ്ങിലായാലും ഒക്കെ സെൻറ്റൻസ് സ്ട്രക്ചറിലായാലും ഒക്കെ ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ടായിരിക്കും. പക്ഷേ വീണ്ടും വീണ്ടും എഴുതിയിട്ടാണ് നമ്മൾ ആ ഒരു സ്കില്ല് നേടിയെടുക്കേണ്ടത്, റൈറ്റിംഗ് എന്ന സ്കില്ല്. അപ്പോൾ അതിന് വളരെ അനുയോജ്യമായിട്ടുള്ള ഒരു തയ്യാറെടുപ്പാണ് ഏത്, സ്റ്റാർട്ട് ഫ്രീ റൈറ്റിംഗ് എന്നത്. അപ്പോൾ അക്കാദമിക് റൈറ്റിംഗ് എന്ന സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് സ്റ്റെപ്പും ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് കൂടിയാണ് ഏത്, സ്റ്റാർട്ട് ഫ്രീ റൈറ്റിംഗ് എന്നത്. ഓക്കെ. ദി ഓൺലി ഒബ്ജക്റ്റീവ് ഓഫ് ദിസ് എക്സസൈസ് ഈസ് ടു കീപ് യു റൈറ്റിംഗ്. അപ്പോൾ എന്താണ്, സ്റ്റാർട്ട് ഫ്രീ റൈറ്റിംഗ് എന്ന എക്സസൈസ് ചെയ്യുന്നത് തന്നെ എന്തിനു വേണ്ടിയിട്ടാണ്, നമ്മുടെ റൈറ്റിംഗ് സ്കില്ല് ഒന്ന് ഇമ്പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കറിയാം, റൈറ്റിംഗ് എന്ന് പറയുന്നതും എന്തുപോലെയാണ്, ഡ്രൈവിങ്, അതുപോലെ തന്നെ എന്താണ്, സ്വിമ്മിങ് ഒക്കെ പോലെയുള്ളൊരു സ്കില്ലാണ് ഏത്, റൈറ്റിങ്ങും. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം, ഡ്രൈവിംഗ് പഠിക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടായിരിക്കും ഡ്രൈവിംഗ് പഠിക്കുന്നത്. ഒരുപാട് വീഴ്ചകളൊക്കെ ഉണ്ടായിരിക്കും. എന്നിട്ടാണ് ഡ്രൈവിംഗ് എന്ന ആ ഒരു സ്കില്ല് നമ്മൾ നേടിയെടുക്കുന്നത്. അതുപോലെ തന്നെയാണ് സ്വിമ്മിങ്ങും. അതേപോലെയുള്ള ഒരു സ്കില്ലാണ് ഏത്, റൈറ്റിങ്ങും. ആദ്യം നമ്മൾ എഴുതുന്ന സമയത്ത് ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ടായിരിക്കും. ഗ്രാമറിലായാലും സ്പെല്ലിങ്ങിലായാലും ഒക്കെ സെൻറ്റൻസ് സ്ട്രക്ചറിലായാലും ഒക്കെ ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ടായിരിക്കും. പക്ഷേ വീണ്ടും വീണ്ടും എഴുതിയിട്ടാണ് നമ്മൾ ആ ഒരു സ്കില്ല് നേടിയെടുക്കേണ്ടത്, റൈറ്റിംഗ് എന്ന സ്കില്ല്. അപ്പോൾ അതിന് വളരെ അനുയോജ്യമായിട്ടുള്ള ഒരു തയ്യാറെടുപ്പാണ് ഏത്, സ്റ്റാർട്ട് ഫ്രീ റൈറ്റിംഗ് എന്നത്. അപ്പോൾ അക്കാദമിക് റൈറ്റിംഗ് എന്ന സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് സ്റ്റെപ്പും ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് കൂടിയാണ് ഏത്, സ്റ്റാർട്ട് ഫ്രീ റൈറ്റിംഗ് എന്നത്. ഓക്കെ. പ്രീറിക്വിസൈറ്റ്സ് ഫോർ ലേണിംഗ് അക്കാദമിക് റൈറ്റിങ്ങിൽ വരുന്ന സെക്കൻഡ് സ്റ്റെപ്പാണ് കീപ്പ് എ ജേണൽ. നമ്മളെപ്പോഴും ഒരു ജേണൽ അല്ലെങ്കിൽ എന്താണ്, നോട്ട്ബുക്ക് ഓർ ഡയറി സൂക്ഷിച്ച് വയ്ക്കുക. മേക്ക് ഇറ്റ് എ ഹാബിറ്റ് ടു റൈറ്റ് സംതിങ് ഇൻ എ നോട്ട്ബുക്ക് സ്പെസിഫിക്കലി മീൻ ഫോർ ദി പർപ്പസ്. കീപ് ഫില്ലിംഗ് അറ്റ്ലീസ്റ്റ് എ പേജ് എ ഡേ വിത്ത് വാട്ട് പോപ്സ് അപ്പ് ഇൻ യുവർ മൈൻഡ് about the people you meet or any other subject. അപ്പോഴെന്താണ്, നമ്മളെപ്പോഴും ഒരു ജേണൽ അല്ലെങ്കിൽ ഒരു നോട്ട്ബുക്ക് നമ്മുടെ കയ്യിൽ എപ്പോഴും സൂക്ഷിച്ച് വെക്കണം. എന്തിനാണെന്ന് വെച്ചാൽ, എന്നിട്ട് നമ്മുടേതായിട്ടുള്ള എക്സ്പീരിയൻസ്, നമ്മുടെ ഒരു ദിവസത്തെ എന്തെങ്കിലും കാര്യം ആ ഒരു നോട്ട്ബുക്കിൽ കുറിച്ചിടുക. അത് എന്തൊക്കെയാവാം, നമ്മുടെ മൈൻഡിൽ പോകുന്ന തോട്ട്സ് ആവാം, അതും അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു പീപ്പിളിനെ മീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതാവാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സബ്ജക്റ്റിനെ കുറിച്ച് എന്തെങ്കിലും നമ്മൾ ആ ഒരു നോട്ട്ബുക്കിൽ കുറിച്ചിടണം. അപ്പോൾ ഇതൊരു ശീലമാക്കിയിട്ട് മാറ്റുക, ഒരു ജേണൽ സൂക്ഷിക്കുക. എന്നിട്ട് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നതാവാം, യാത്ര ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു വ്യക്തിനെ മീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതാവാം. അങ്ങനെ നമ്മുടെ ഒരു ദിവസത്തെ മറക്കാനാവാത്ത അനുഭവങ്ങളാവാം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആ ഒരു നോട്ട്ബുക്കിൽ കുറിച്ചിടുക.
അതെന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ റൈറ്റിംഗ് സ്കില്ലൊന്ന് മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ജേണൽ സൂക്ഷിക്കുന്നതും ആ ജേണലിൽ ഓരോ ദിവസത്തെ ഓരോ തരത്തിലുള്ള എക്സ്പീരിയൻസ് കുറിച്ചിടുന്നതും. പേഴ്സണൽ ജേണൽസ് ആർ ടു ബി കെപ്റ്റ് പേഴ്സണൽ. ദേ നീഡ് നോട്ട് ബി ഷോൺ ടു അതേഴ്സ്. അപ്പോഴെന്താണ് പേഴ്സണൽ ജേണൽ എന്ന് പറയുന്നത്? എപ്പോഴും പേഴ്സണൽ തന്നെ ആയിരിക്കണം. നമ്മുടേതായിട്ടുള്ള അനുഭവങ്ങളും നമ്മുടേതായിട്ടുള്ള ചിന്തകളും ഒക്കെ ആയിരിക്കും ആ ഒരു പേഴ്സണൽ ജേണലിൽ അടങ്ങിയിട്ടുണ്ടായിരിക്കുക. അത് മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാൻ പാടുള്ളതല്ല. ആ ഒരു ജേണൽ മറ്റൊരു വ്യക്തിക്ക് കൊടുക്കുകയോ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാനോ പാടില്ല. ഓക്കെ. കീപ്പിംഗ് എ പേഴ്സണൽ ജേണൽ ക്യാൻ ബി യൂസ്ഡ് ആസ് എ പ്രാക്ടീസ് ഫോർ ഡെവലപ്പിംഗ് അക്കാദമിക് റൈറ്റിംഗ് ആസ് വെൽ. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ അക്കാദമിക് റൈറ്റിംഗ് എന്ന സ്കില്ല് ഒന്ന് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, അക്കാദമിക് റൈറ്റിംഗ് എന്ന സ്കില്ല് നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ജേണൽ സൂക്ഷിക്കുന്നതും ആ ജേണലിൽ നമ്മുടേതായിട്ടുള്ള ഓരോ ദിവസത്തെ ഓരോ കാര്യങ്ങൾ കുറിച്ചിടുന്നതും. അപ്പോൾ ഇത് വഴിയൊക്കെയാണ് നമ്മുടെ റൈറ്റിംഗ് എന്ന സ്കില്ല് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് കഴിയുന്നത്. ഓക്കെ. ദെൻ പ്രീറിക്വിസൈറ്റ്സ് ഫോർ ലേണിംഗ് അക്കാദമിക് റൈറ്റിങ്ങിൽ വരുന്ന തേർഡ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ്. റീഡിംഗ് ആൻഡ് റൈറ്റിംഗ്. Reading is an important prerequisite for aspiring writers. Reading is an important prerequisite for aspiring writers. നമുക്കറിയാം, ഒരു നല്ല റൈറ്റർക്ക്, ഒരു നല്ല എഴുത്തുകാരൻ എപ്പോഴും ഒരു നല്ല റീഡർ കൂടിയായിരിക്കും അല്ലേ? ഒരു റീഡറിന് മാത്രമേ ഒരു ഗുഡ് റൈറ്റർ ആവാൻ കഴിയുകയുള്ളൂ. അപ്പോൾ റീഡിങ്ങും അതുപോലെ തന്നെ റൈറ്റിങ്ങും എപ്പോഴും കണക്ട് ചെയ്തിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു നല്ല റീഡർ മാത്രമേ ഒരു നല്ല റൈറ്റർ ആവുകയുള്ളൂ. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നന്നായിട്ട് വായിക്കണം. നന്നായിട്ട് വായിച്ചാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ നന്നായിട്ട് എഴുതാനും കഴിയുകയുള്ളൂ. ഓക്കെ, ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. നമ്മളോടായിട്ട് ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിൽ എയർ പൊല്യൂഷൻ എന്ന ടോപ്പിക്കിൽ നമ്മളോടായിട്ട് ഒരു എസ്സേ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പറയുകയാണ്. അപ്പോൾ നമ്മൾ എസ്സേ തയ്യാറാക്കുന്നതിന് മുന്നേ ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്, എയർ പൊല്യൂഷൻ എന്ന ടോപ്പിക്കിൽ ആരൊക്കെയാണ് എസ്സേ തയ്യാറാക്കിയിട്ടുള്ളത് എന്ന് നമുക്ക് ബുക്സുകളിലും അതുപോലെ തന്നെ പല വെബ്സൈറ്റിലും കിട്ടും. അപ്പോൾ അതൊക്കെ നമ്മൾ നന്നായിട്ട് വായിക്കണം. ഓക്കെ. നമ്മുടെ ടോപ്പിക്ക് ആരൊക്കെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്, അവരാരൊക്കെയാണ് നമ്മുടെ ടോപ്പിക്കിൽ എഴുതിയിട്ടുള്ളത്, ആ റൈറ്റിംഗ് മുഴുവനായിട്ട് നമ്മൾ നന്നായിട്ട് വായിക്കുക. എന്നിട്ട് അവർ ആഡ് ചെയ്യാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ കൂട്ടിച്ചേർക്കുക. എന്തെങ്കിലും ക്രിറ്റിക്കലായിട്ടുള്ള വിമർശനങ്ങളുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് നമ്മുടെ റൈറ്റിങ്ങിൽ ഉൾപ്പെടുത്തുക. അങ്ങനെയൊക്കെ ചെയ്യുക. ഓക്കെ. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുന്ന ടോപ്പിക്കിൽ തന്നെ ഒരുപാട് ആളുകൾ റിസർച്ച് ചെയ്തിട്ടുണ്ടായിരിക്കും, എസ്സേ എഴുതിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ നമ്മൾ നന്നായിട്ട് വായിച്ച് പഠിച്ചതിന് ശേഷം പിന്നീട് നമ്മൾ നമ്മുടേതായിട്ടുള്ള രീതിയിൽ എഴുതി തുടങ്ങുക അതേ ടോപ്പിക്കിൽ തന്നെ. അപ്പോൾ നമുക്ക് അവരെ കൂട്ടിച്ചേർക്കാത്ത കാര്യങ്ങളും കിട്ടും. ഇനി അവർ ചെയ്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ അത് തിരുത്തിയിട്ട് നമുക്ക് പുതിയ രീതിയിൽ ചെയ്യാനും കഴിയും. ഓക്കെ. അപ്പോൾ നമ്മളെപ്പോഴും പറഞ്ഞു വരുന്നത് റീഡിങ്ങും റൈറ്റിങ്ങും എപ്പോഴും കണക്ട് ചെയ്തിട്ടാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ നമ്മൾ എഴുതുന്നതിന് മുന്നേ ആയിട്ട് ചെയ്യേണ്ടത്? നന്നായിട്ട് വായിക്കുക. ഒരു സബ്ജക്റ്റിനെ കുറിച്ച് എഴുതുമ്പോൾ ആ സബ്ജക്റ്റിനെ കുറിച്ച് കൂടുതലായിട്ടുള്ള അറിവ് നമുക്ക് വേണം. അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് വായിച്ചതിന് ശേഷമായിരിക്കണം ആ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിനെ കുറിച്ച് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ. ദെൻ ഇതിൽ വരുന്ന ഫോർത്ത് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ് തിങ്ക് ക്രിട്ടിക്കലി. ക്രിട്ടിക്കൽ തിങ്കിങ്. വിമർശനാത്മകമായിട്ട് ചിന്തിക്കുക. ടു റൈറ്റ് വെൽ ഇറ്റ് ഈസ് എസെൻഷ്യൽ ടു തിങ്ക് ക്ലിയർലി ആൻഡ് ലോജിക്കലി. നമ്മൾ എന്തൊരു കാര്യം എഴുതുന്ന സമയത്തും നന്നായിട്ട് ചിന്തിച്ചിട്ട്, ലോജിക്കലായിട്ട് ചിന്തിച്ചിട്ട് വേണം നമ്മുടെ അഭിപ്രായം അവിടെ എക്സ്പ്രസ് ചെയ്യേണ്ടത്. ഓക്കെ. അപ്പോൾ നമ്മൾ ചിന്തിച്ചിട്ട്, നന്നായിട്ട് വിമർശനാത്മകമായിട്ട് ചിന്തിച്ചിട്ട് വേണം നമ്മൾ ഓരോ കാര്യവും എഴുതേണ്ടത്. ക്രിട്ടിക്കൽ തിങ്കിങ് ഈസ് എ പ്രോസസ് ഓഫ് ഇൻസ്പെക്ടിങ് സംതിങ് ക്ലോസ്ലി ആൻഡ് റിഫ്ലക്റ്റിംഗ് ഓൺ ഇറ്റ്. അപ്പോഴെന്താ ക്രിട്ടിക്കൽ തിങ്കിങ്ങിനൊരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഇൻസ്പെക്ടിങ് സംതിങ് ക്ലോസ്ലി
ആൻഡ് റിഫ്ലക്റ്റിംഗ് ഓൺ ഇറ്റ്. അപ്പോൾ നമുക്കൊരു ടോപ്പിക്ക് കിട്ടുന്ന സമയത്തൊക്കെ നമ്മൾ ആ ടോപ്പിക്കിനെ കുറിച്ച് നന്നായിട്ട് ക്രിട്ടിക്കലായിട്ട് തിങ്ക് ചെയ്തുകൊണ്ടായിരിക്കണം നമ്മുടെ അഭിപ്രായം അവിടെ എക്സ്പ്രസ് ചെയ്യേണ്ടത്. ഓക്കെ. റൈറ്റിംഗ് ആൻഡ് തിങ്കിങ് കോംപ്ലിമെൻറ്റ് ഈച്ച് അതർ. ദാറ്റ് ഈസ്, തിങ്കിങ് വിൽ റിഫൈൻ യുവർ റൈറ്റിംഗ് ആൻഡ് റൈറ്റിംഗ് വിൽ സ്ട്രെങ്തൻ യുവർ തോട്ട്സ്. റൈറ്റിംഗ് ആൻഡ് തിങ്കിങ് കോംപ്ലിമെൻറ്റ് ഈച്ച് അതർ. റൈറ്റിങ്ങും തിങ്കിങ്ങും, നമ്മുടെ എഴുത്തും അതുപോലെ തന്നെ തിങ്കിങ് ചിന്താരീതിയും എപ്പോഴും എന്താണ്, ഒരുമിച്ച് നിൽക്കുന്ന ഒന്നാണ്. ദാറ്റ് ഈസ്, എന്തുകൊണ്ടെന്നാൽ തിങ്കിങ് വിൽ റിഫൈൻ യുവർ റൈറ്റിംഗ്. തിങ്കിങ് എന്ന് പറയുന്നത് നമ്മുടെ ചിന്താരീതി എപ്പോഴും എന്താണ്, നമ്മുടെ റൈറ്റിങ്ങിനെ ഒന്ന് റിഫൈൻ ചെയ്യും. ആൻഡ് റൈറ്റിംഗ് വിൽ സ്ട്രെങ്തൻ യുവർ തോട്ട്സ്. അതുപോലെ തന്നെ ഒരു റൈറ്റർ ഒരുപാട് അങ്ങനെ എഴുതുന്ന സമയത്ത് അവരുടെ തോട്ട്സിനൊക്കെ എന്താണ്, സ്ട്രെങ്തൻ ചെയ്യാണ്. അവർക്ക് പലതരത്തിലുള്ള ചിന്താരീതികളുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് അവരുടെ റൈറ്റിങ്ങിലും എന്താണ്, ഒരുപാട് നല്ല മാറ്റങ്ങൾ ഉണ്ടായിരിക്കും. അതാണ് പറയുന്നത് എന്താണ്, റൈറ്റിങ്ങും തിങ്കിങ്ങും എന്താണ്, ഒരുമിച്ചാണ് നിൽക്കുന്നത് എന്ന്. ഓക്കെ. ടു തിങ്ക് ക്ലിയർലി വൺ നീഡ്സ് ടു പോസസ് ആൻ ഓപ്പൺ മൈൻഡ് ആൻഡ് ഷുഡ് നോട്ട് ബി കൺട്രോൾഡ് ബൈ prejudices ഓർ ബയാസസ്. അപ്പോഴെന്താണ്, നമ്മളെപ്പോഴും ഒരു കാര്യത്തിനെക്കുറിച്ച് അവതരിപ്പിക്കുന്ന സമയത്ത് നന്നായിട്ട് ചിന്തിച്ചിട്ട് വിമർശനാത്മകമായിട്ട് ചിന്തിച്ചിട്ടാണ് പറയുക എന്ന് പറഞ്ഞു. എഴുതുന്ന രീതിയിലായാലും അങ്ങനെയായിരിക്കും. അല്ലാതെ നമ്മളൊരു പ്രജുഡൈസ്ഡ് മൈൻഡോട് കൂടിയിട്ട്, ഒരു മുൻവിധിയോട് കൂടിയിട്ടാവരുത് എഴുതേണ്ടത്. ഓക്കെ. അപ്പോൾ ക്രിട്ടിക്കൽ തിങ്കിങ്ങിൽ മെയിനായിട്ട് വരുന്നത്, നമ്മൾ എന്തൊരു കാര്യത്തിനെ കുറിച്ച് എഴുതുന്ന സമയത്ത് നന്നായിട്ട് വിമർശനാത്മകമായിട്ട് ചിന്തിച്ചിട്ട് വേണം അതവിടെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ. പ്രീറിക്വിസൈറ്റ്സ് ഫോർ ലേണിംഗ് അക്കാദമിക് റൈറ്റിങ്ങിൽ വരുന്ന 5th ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ് ഡെവലപ്പ് റിസർച്ച് സ്കിൽസ്. ഡെവലപ്പ് റിസർച്ച് സ്കിൽസ്. എനി സീരിയസ് എൻക്വയറി ക്യാൻ ബി റെഫേർഡ് ടു ആസ് റിസർച്ച്. എനി സീരിയസ് എൻക്വയറി ക്യാൻ ബി റെഫേർഡ് ടു ആസ് റിസർച്ച്. നമ്മൾ നടത്തുന്ന ഏതൊരു സീരിയസ് ആയിട്ടുള്ള അന്വേഷണവും എന്താണ്, റിസർച്ചാണ്. ഓക്കെ. നമ്മൾ നടത്തുന്ന ഏതൊരു സീരിയസ് ആയിട്ടുള്ള അന്വേഷണവും റിസർച്ചാണ്. ഇറ്റ് ഇൻവോൾവ്സ് സെർച്ചിങ് സോഴ്സസ് ടു ഫൈൻഡ് ഔട്ട് ആൻസേഴ്സ്. അതെന്തോ ആവാം, നമ്മളിപ്പോൾ വെബ്സൈറ്റിൽ ഒരു സോഴ്സസ് സെർച്ച് ചെയ്യണം, അപ്പോൾ അതിൻ്റെ ആൻസർ നമുക്ക് ലഭിക്കും. അതും എന്താണ്, ഒരു റിസർച്ചാണ്. ഓക്കെ. ഇൻ ഫാക്ട് ഓൾ ഓഫ് യു ഡു റിസർച്ച് ഇൻ യുവർ ഡെയിലി ലൈഫ്. അതുകൊണ്ട് തന്നെ എല്ലാവരും അവരുടെ ഡെയിലി ലൈഫിൽ എന്താണ്, റിസർച്ച് ചെയ്യുന്നവരാണ്. എല്ലാവരും എന്താണ്, ഡെയിലി ഫോൺ ഉപയോഗിക്കുന്നു, വെബ്സൈറ്റിൽ ഒരുപാട് സെർച്ച് ചെയ്യുന്നു. അതൊക്കെ എന്താണെന്നാണ് പറയുന്നത്, റിസർച്ചാണ്. ഓക്കെ. ഫോർ എക്സാമ്പിൾ, ഇഫ് യു ആർ പ്ലാനിങ് ടു വിസിറ്റ് മുംബൈ, നിങ്ങളിപ്പോൾ മുംബൈയിൽ പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. യു മേ സെർച്ച് ദ ഇൻ്റർനെറ്റ് ഓർ റീഡ് ടൂറിസ്റ്റ് ഗൈഡ് ടു നോ എബൌട്ട് ദി പ്ലേസസ് വർത്ത് വിസിറ്റിംഗ് ഇൻ മുംബൈ. അപ്പോഴെന്താ നിങ്ങൾ ആദ്യം ചെയ്യുന്നത്, ഇൻ്റർനെറ്റിൽ പോയിട്ട് സെർച്ച് ചെയ്യും. എന്താ സെർച്ച് ചെയ്യുക, മുംബൈയിൽ വിസിറ്റ് ചെയ്യാൻ പറ്റിയ ഏതൊക്കെ നല്ല പ്ലേസസ് ആണ് ഉള്ളതെന്ന്. ദി വെതർ കണ്ടീഷൻസ്, അവിടുത്തെ വെതർ കണ്ടീഷൻസും അതുപോലെ തന്നെ അഫോർഡബിൾ വേസ് ടു കമ്മ്യൂട്ട് ആൻഡ് സ്റ്റേ, നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റിയ സ്ഥലവും ആൻഡ് ഷോപ്പിംഗ് സെൻറ്റേഴ്സും, ഇതൊക്കെ എവിടെ പോയിട്ട് സെർച്ച് ചെയ്യും, ഇൻ്റർനെറ്റിൽ പോയിട്ട് സെർച്ച് ചെയ്യും അല്ലേ. ഡെവലപ്പിംഗ് റിസർച്ച് സ്കിൽസ് വിൽ ഹെൽപ്പ് യു ഫൈൻഡ് ഔട്ട് ആൻഡ് മേക്ക് യൂസ് ഓഫ് ദി സോഴ്സസ് ഓഫ് ഇൻഫർമേഷൻ. അപ്പോൾ ഡെവലപ്പിംഗ് റിസർച്ച് സ്കില്ലിൽ എന്താണ് വരുന്നത്, നമുക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് നമ്മൾ എന്താണ് സെർച്ച് ചെയ്യുക, അതിൻ്റെ ഉറവിടം നമുക്ക് എന്താണ് അവിടെ നിന്ന് ലഭിക്കുകയും ചെയ്യും. ആസ് യു ഡു ഇൻ യുവർ ഡെയിലി ലൈഫ്, യു നീഡ് ടു ഫൈൻഡ് ഔട്ട് റിലയബിൾ ഇൻഫർമേഷൻ ഓർ സോഴ്സസ് ഇൻ ഓർഡർ ടു മേക്ക് യു ഇൻവെസ്റ്റിഗേഷൻ സക്സസ്ഫുൾ. അപ്പോൾ നമ്മളുടെ ഡെയിലി ലൈഫിൽ ഇങ്ങനെ ഒരുപാട് സെർച്ച് ചെയ്യുന്നവരായിരിക്കും. നമുക്ക് എവിടെയെങ്കിലും പോകാൻ വിസിറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ അപ്പോൾ ആദ്യം എവിടെ സെർച്ച് ചെയ്യുക, ഇൻ്റർനെറ്റിൽ പോയിട്ട് സെർച്ച് ചെയ്യും. മുംബൈയിലാണെങ്കിൽ മുംബൈയിൽ വിസിറ്റ് ചെയ്യാൻ പറ്റിയ സ്ഥലം എവിടെയൊക്കെയാണ് എന്നൊക്കെ നമ്മൾ ഫുള്ളായിട്ട് സെർച്ച് ചെയ്യും. അങ്ങനെ സെർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിനുള്ളൊരു ആൻസറും കിട്ടും. നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ എന്താണ്, അവിടെ കംപ്ലീറ്റ് ആവും. നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ അവിടെ സക്സസ്ഫുൾ ആവും. ഓക്കെ.
അപ്പോൾ ഡെവലപ്പ് റിസർച്ച് സ്കിൽസിൽ മെയിനായിട്ട് വരുന്നത് എന്താണ്? സെർച്ചിങ് ആണ്. ഓക്കെ, ഇനി പ്രീ റിക്വിസൈറ്റ്സ് ഫോർ ലേണിംഗ് അക്കാദമിക് റൈറ്റിംഗ് എന്ന സെക്ഷനിൽ വരുന്ന ലാസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ്, 6th ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ് ലേൺ ദി ലാംഗ്വേജ് ഓഫ് യുവർ ഡിസിപ്ലിൻ. ലേൺ ദി ലാംഗ്വേജ് ഓഫ് യുവർ ഡിസിപ്ലിൻ. ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് നോളജ് typically one studied in higher education. ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് നോളജ്. ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ബ്രാഞ്ച് ഓഫ് നോളജ് ആണ്, നോളജിൻ്റെ, അറിവിൻ്റെ ശാഖയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സെപ്പറേറ്റ് ഓരോ ഡിസിപ്ലിൻ ഉണ്ടായിരിക്കും. എങ്ങനെയാണ്? BA ഹിസ്റ്ററി, BA മലയാളം, BA ലിറ്ററേച്ചർ ഒക്കെ എന്താണ്? ഓരോ ഡിസിപ്ലിനാണ് അല്ലേ? BCom എന്നതൊക്കെ എന്താണ്? ഓരോ സെപ്പറേറ്റ് ഡിസിപ്ലിനാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഏത് ഡിസിപ്ലിനിലാണോ ഉൾപ്പെട്ടത് ആ ഡിസിപ്ലിനിലുള്ള കുറച്ച് ടേംസും ഫ്രേസസും നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇപ്പോൾ നമുക്കറിയാം, BA മലയാളം പഠിച്ചൊരു വ്യക്തിക്ക് ലിറ്ററേച്ചറിൽ യൂസ് ചെയ്യുന്ന മെറ്റാഫേഴ്സ്, സിമിലി, ഇമേജറി, പേഴ്സോണിഫിക്കേഷൻ തുടങ്ങിയ ടേംസ് ഒന്നും അവർക്ക് അറിയണ്ടായിരിക്കില്ല അല്ലേ? അതുപോലെ തന്നെ ലിറ്ററേച്ചർ പഠിച്ചൊരു വ്യക്തിക്ക് കൊമേഴ്സ് റിലേറ്റഡ് വേർഡ്സ് ആയിട്ടുള്ള ബിസിനസ്, ബാങ്കിങ്, ഫിനാൻസ് തുടങ്ങിയവയൊന്നും അറിയണമെന്നില്ല അല്ലേ? പിന്നെ എന്താണ്? മാത്സിൽ സെപ്പറേറ്റ് ആയിട്ടുള്ള വേർഡ്സ് ആൻഡ് ഫ്രേസസ് ഉണ്ട്. എന്തൊക്കെയാണ്? ഇൻ്റഗ്രേഷൻ, ഡിഫറൻസിയേഷൻ, അങ്ങനെയുള്ളതൊക്കെ. അപ്പോൾ നമ്മൾ ഏത് ഡിസിപ്ലിനിലാണോ ഉൾപ്പെട്ടത് ആ ഡിസിപ്ലിനിൽ യൂസ് ചെയ്യുന്ന കുറച്ച് വേർഡ്സ് ആൻഡ് ഫ്രേസസ് നമ്മൾ എന്താണ്? പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഓക്കെ, അതാണ് ഏത് സെക്ഷനിൽ വരുന്നത്? ലേൺ ദി ലാംഗ്വേജ് ഓഫ് യുവർ ഡിസിപ്ലിൻ എന്ന സെക്ഷനിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് പ്രീ റിക്വിസൈറ്റ്സ് ഫോർ ലേണിംഗ് അക്കാദമിക് റൈറ്റിംഗ് എന്ന സെക്ഷനിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 6 സ്റ്റെപ്പുകൾ. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു പ്രീ റിക്വിസൈറ്റ്സ് ഫോർ ലേണിംഗ് അക്കാദമിക് റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? അക്കാദമിക് റൈറ്റിംഗ് എന്ന സ്കില്ല് നമുക്ക് പെട്ടെന്ന് തന്നെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ കഴിയില്ല. അപ്പോൾ അതിന് കുറച്ച് തയ്യാറെടുപ്പുകളുടെ ആവശ്യമുണ്ട്. ആ തയ്യാറെടുപ്പുകളാണ് ഈ സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അതിൽ വരുന്ന ഫസ്റ്റ് പോയിൻ്റ് എന്തായിരുന്നു? സ്റ്റാർട്ട് ഫ്രീ റൈറ്റിംഗ്, ദെൻ കീപ്പ് എ ജേർണൽ, ദെൻ തേർഡ് പോയിൻ്റ് റീഡിങ് ആൻഡ് റൈറ്റിംഗ്, ദെൻ തിങ്ക് ക്രിട്ടിക്കലി, 5th point develop research skills, and the last point is learn the languages of your discipline. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു.